ഹായ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ നമ്മളുടെ പുതിയ പാക്ക് നമ്മുടെ കൊണാമി ഉണ്ടായിരുന്നു. സോ ഇതിലത്തെ രണ്ട് കിടിലൻ പ്ലേയേഴ്സ് ആണ് നമ്മുടെ ഗുള്ളിച്ചും നെറ്റ്വേഡും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ ഈ രണ്ട് പ്ലേയേഴ്സിന്റെ പ്ലെയർ റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഈ പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. രണ്ടുപേരും അടിപൊളിയാണ്. വെറുതെ പാക്കാണ്. 200 പ്ലേയേഴ്സ് ഉണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പാക്ക് ഓപ്പണിംഗ് കറക്കിയിട്ട് മൂഞ്ചി കുറേ കോയിൻ സ്പെൻഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും കിട്ടിയതിന് ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇവരുടെ പ്ലെയർ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ. അതിന് നമുക്ക് ഗുള്ളിച്ചിനെടുക്കാം. സോ ഗുള്ളിച്ചിന് അപ്പോൾ തന്നെ പ്രോഗ്രഷൻ പറയുന്നത് 13 ഷൂട്ടിങ്, 3 ഡ്രിബിളിങ്, 9 ഡിക്സാരിറ്റി, 8 ലോബർ സ്ട്രെങ്ത്, 4 ഏരിയയിലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് നമ്മുടെ ഗുള്ളിച്ചിന് വരുന്നുണ്ട് കേട്ടോ. ഗുള്ളിച്ച് 26 വയസ്സുള്ള ഗുള്ളിച്ചാണ്. 98 ആണ്, അല്ല 88 ആണ്, 1988. സോ ബോക്സ് ഇൻ ദ ബോക്സ് ആണ്. ഗോൾ പോസ്റ്റർ ആണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു. എന്തായാലും എല്ലായിടത്തും കളിക്കും, അതാണ് ആളുടെ പ്രത്യേകത. പൊസിഷൻ ബൂസ്റ്ററൊക്കെ ഉണ്ട്, സെൻറ്റർ ബാക്ക് വരെ സെൻറ്റർ ഫോർവേഡ് ആയിട്ട് കളിക്കും, അതാണ് ആളുടെ പ്രത്യേകത കേട്ടോ. സോ റേറ്റിംഗ് ഒക്കെ 107 ആണ്. 108 കിട്ടുന്നത്. ഞാൻ പിന്നെ ഇതിൽ ആൾക്ക് കൊടുത്തത് ഫ്രീ കിക്ക് ടേക്കിംഗ് ആണ്. മറ്റേ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 108 വരെ കിട്ടും. ഓക്കെ, സോ ഡ്രിബിളിംഗ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ 85, 87, 86, 84 എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഫിനിഷിങ് 95 ഞാൻ കൂട്ടി കൊടുത്താണ് കേട്ടോ. അതുപോലെ തന്നെ സെറ്റ് പീസ് 90 കേള് 89 ഉണ്ട്. പാസിങ്ങും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ആളുടെ ഹെഡിങ് 85 ഉണ്ട്. സ്പീഡ് ആക്സലേഷനൊക്കെ 92, 91, കിക്കിംഗ് പവർ 95 ഉണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് 93, സ്റ്റാമിന 84. സെറ്റാണ്, അത്യാവശ്യം കിട്ടില്ല കാർഡാണ്. കേട്ടില്ലല്ലേ, പെസ് തന്നെ ബെസ്റ്റ് കാർഡാണ് ഗുള്ളിച്ച്, അതിലൊരു തർക്കമില്ല. ഓക്കെ, സോ അതിൽ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കേഷനിൽ വീക്ക് ഫുട്ട് ആക്യുറസി ഹൈ ആണ്. ഫോം അൺവെയറിംഗ് ആണ്. ഇൻജറസ്റ്റൻസ് ലോ, അപ്പോൾ അവിടെ കിടക്കട്ടെ. പിന്നെ ബൂസ്റ്ററുകൾ സ്ട്രൈക്ക് അസിസ്റ്റന്റ് കൊടുക്കുക കേട്ടോ, അതാണ് മെയിനായിട്ട് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ പ്ലെയർ സ്കിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റ് ഫീറ്റ് ഉണ്ട്, അതാണ് ആളുടെ മെയിൻ സ്കില്ലായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡിങ്, ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ഫസ്റ്റ് ഷോട്ട്, ഫിനോൽ ഫിനിഷിംഗ് കൊണ്ടിട്ടുള്ള മെയിൻ സ്കില്ല്. പിന്നെ 1 ടച്ച് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, ഔട്ട് സൈഡ് കയറിന് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. സോ ഇതിലേക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഡബിൾ ടച്ച് ആഡ് ചെയ്യുക, ഏരിയൽ സുപ്പേരിറ്റി ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യുക. ഇത്ര ആഡ് ചെയ്താൽ അത്യാവശ്യം ഇവിടെയായിട്ട് കളിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാസിലായിട്ട് തന്നെ ആഡ് ചെയ്തോ. ഇനി വല്ല ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗുള്ളിച്ച് ഇതാണ്. ഇനിയിപ്പോൾ നെറ്റ്വേഡിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നെറ്റ്വേഡിൻ്റെ പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ നെറ്റ്വേഡിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 4 ഷൂട്ടിങ്, 8 പാസിങ്, 8 ഡ്രിബിളിങ്, 8 ഡിക്സാരിറ്റി, 12 ലോബർ സ്ട്രെങ്ത് ആണ്. ഇതാളുടെ നോർമൽ പ്രോഗ്രഷൻ ആണ്. ഇതിലാൾക്ക് അത്യാവശ്യമുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്. ഇത് തന്നെ മതി ആൾക്ക്. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നെറ്റ്വേഡ് വന്നിരിക്കുന്നത് 32 ഏജ് ആണ്, 177 ഹൈറ്റ് ഉണ്ട് കേട്ടോ. സോ ഇത് കാർഡ് 2004 ആണ്. നമ്മുടെ ബാലൻഡിയർ വിന്നർ ആണല്ലോ, അറിയാലോ. സോ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്. അറ്റാക്കിംഗ് സെക്ഷൻ CF ഒഴിച്ച് തന്നെ ബാക്കി എല്ലായിടത്തും ആൾ കളിക്കും കേട്ടോ, സെറ്റാണ്. സോ പ്ലേ സ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ മാസിംഗ് റണ്ണ്, ഇൻവെസ്റ്റ് റണ്ണ്, ലോങ് റേഞ്ചർ ഉണ്ട് കേട്ടോ ആൾക്ക്. ഇനിയിപ്പോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 106 ആണ്. സോ അറ്റാക്ക് റൺസ് 84, ബോൾ കൺട്രോൾ 90 ഉണ്ട്, ഡ്രിബിളിംഗ് 89, ടൈപ്പ് പോസ് 88. സോ സ്റ്റാറ്റ് വൈസ് ഡ്രിബിളിംഗ് പക്കയാണ്, പാസിങ്ങും കിടലാണ് 90, ലോ പാസും 87, ലോഫ് സെറ്റ് പാസ് ഉണ്ട്, ഫിനിഷിംഗ് 85 ഉണ്ട്. സെറ്റാണ്. MF LMFനൊക്കെ അത് മതി. കേള് 80, അത് വേണമെങ്കിൽ കൂട്ടി കൊടുത്തോ, ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ യുവർ ചോയ്സ്. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ് 95, ആക്സലേഷൻ 91, കിക്കിംഗ് പവർ 100 ഉണ്ട്. ആള് വെടിയുണ്ടാ, നമ്മൾ നെറ്റ് വെടി എന്ന് വിളിക്കാൻ മൂപ്പരെ, കാരണം ഉള്ള അടി അമ്മാതിരി അടിയാണ്. മുമ്പ് വന്ന കാർഡൊക്കെ എൻ്റെ മെയിൻ സ്കൂളിലുണ്ട്. അതുപോലെ തന്നെ ആളുടെ ബാലൻസ് 92, ഡ്രിബിൾ ചെയ്യാനൊക്കെ വിടായിരിക്കും. സ്റ്റാമിന 97 ഉണ്ട് കേട്ടോ. സെറ്റാണ് ആളുടെ കാർഡ്, ഒരു രക്ഷയില്ല. ബെസ്റ്റ് MFലൊക്കെ പെട്ടൊരു കാർഡാണ് നമ്മളുടെ നെറ്റ്വേഡ്. അതാണ് ഞാൻ ഇത് വെറുത്ത് പേക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആളുടെ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കെ റെഗുലർലി വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ, ഫോം അൺവെയറിംഗ്, ഇൻജറസ്റ്റൻസ് ഹൈ കേട്ടോ. സോ ആള് 2 കാലം കൊണ്ട് അടിച്ച് പൊള്ളിക്കണ എങ്ങായ. ഇതിലാൾക്ക് കൊടുക്കുന്ന ബൂസ്റ്റർ ഒഫൻസീവ് റേറ്റർ ആണ്. ഇതിന് നിങ്ങൾ വല്ല ആക്യുറസി അല്ലെങ്കിൽ പിന്നെ ഫ്രീ കിക്ക് ടേക്കിങ്, ബോൾ ക്യാരിങ് ഒക്കെ കൊടുത്താൽ സെറ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ലോങ് റേഞ്ച് കേളർ ഉണ്ട്, അതുപോലെ റേസിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ലോ സ്ക്രീം ഉണ്ട്, 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, ഔട്ട് സൈഡ് കേളർ ഉണ്ട്, ഫിനോൽ പാസ് ഉണ്ട്, ക്യാപ്റ്റൻസി ഉണ്ട്. സോ ആളുടെ മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിനോൽ പാസും ലോ സ്ക്രീമറാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് എന്തായാലും ഡബിൾ ടച്ച്, മാസ് റിട്ടേൺ, അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കളിക്കണവർക്ക് കളിക്കാം, എന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഇത് വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്ന് ഈ 2 കാർഡ്സ് വെച്ചിട്ടാണ് മെയിൻ കളി. മറ്റേ 2 കാർഡ്സും ഉണ്ട് ഇതിൽ, പക്ഷേ മെയിൻ ഫോക്കസ് ഇവരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ ഈ കാർഡ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. We've seen many free role players that have graced the game, but Ruud Gullit is among. He's gone for goal! Yo! Oh! Bro! Ruud Gullit is a massive bagger man. ഒരു രക്ഷയില്ല. ഏത് അടിമോൻ ആദ്യ മിനിറ്റിൽ തന്നെ. Oh! It's like a boom. The Netherlands have it back and can go again. Oh! Again stand and deliver shot ആയിരുന്നു. സൂപ്പർ ഗോളാ. ഹേറ്റേഴ്സ് വിൽ സേ ഇറ്റ്സ് എ. അർണോൾഡ് മുത്തേ ഗുള്ളിച്ച്. എടാ ഇതെന്താ വൺമതിലോ? ഓ ഇതെന്താ വൺമതിലോ?
plain and simple. Nedved. Now, what about a counter-attack? Good pressure. Oh! That's what you call inspired goalkeeping. Really anticipated Bro, that well, didn't that was a good try, but we didn't get the result. Fucked up. The Netherlands with the Doesn't matter, brother. We can score in the corner. Let's go. Yeah, it's for sure. impressive job. No! Valverde. Leading by 2 and the finishing line in sight. Goes for a shot. കുഴപ്പമില്ല. It's a good. Look like passes coming off in quick succession here. Nedved. ഷൂട്ടിംഗ് സ്കില്ലില്ല. എടാ എഡ്ഡി ഇട്ടോ തമാശ കളിക്കല്ലേ. മച്ചു ഓക്കെ ഗുഡ്. ഓ അതൊരു റണ്ണ് കിട്ടിയാണല്ലോ. സൂപ്പർ സാധനവും. യോ എടാ കിടിലം പാസ്, കിടിലം ഫിനിഷ്. മുത്ത് ഏതാ കോംബോ? നെഡ്വേഡ് പ്ലസ് ഗുള്ളിച്ച് എപ്പിക് കോംബോ. A goal to the good and with the lion's share of the ball. It's been slipped through. Towering header. ട്രൈസ് ഉണ്ട്. Jokeres looking sharper, more menacing with every chance that comes his way. He won't be happy with that one. That was the shot. Okay, നെഡ്വേഡ് അങ്ങനെ അടിക്കണം. Well, that might be that, Peter. Maybe both sides just going to have to settle for the draw now. There will be 5 minutes added time. Takes the shot. Well, there is no question that Eden Hazard on his day is one of the world's best, Jim. So how do you interpret that? Bro, last minute save from goalkeeper. Made a classic move and read it perfectly. So the game's first significant moments, and it's come. Oh, he's all alone. Tries a shot. ഗുള്ളിച്ചിട്ട് റൺ നോക്കണ ബോക്സിന്റെ ബോക്സ് തോന്നിക്കില്ല കേട്ടോ. അമ്മാതിരി റൺ എടുക്കണ്ടിട്ട് മൂപ്പര്. ഞാൻ ഒന്ന് ഡിലേ ചെയ്തു റണ്ണിന് വേണ്ടിട്ട്, എന്നാലും നല്ല രീതിയിൽ കേറുന്നുണ്ട്. വരുമായിരിക്കും. And that interception was most necessary. He read that really well and stopped it. Oh, he's having a go. യോ എടോ ഇയാള് സ്റ്റാൻഡ് ഡെലിവർ ആണല്ലോടാ മെയിൻലി. നിന്നടിക്കാണ് വേട്ടാ. നിന്നടി കണ്ടോ മൂപ്പരനെ. പക്ഷെ പോണില്ല, ഇത് പ്രശ്നം അറിയില്ല. Tries to pass it through. It's യോ നെഡ്വേഡ് നോട്ട് നെഡ്വേഡി. ആളെ നോക്കി കളിക്കട്ടെ, ശരിയാവില്ല. spread it left. That's Nedved. He is just caressing the ball. It's Nedved. Remember one game against the boys from Madrid when that famous front three were simply unplayable. They each scored a goal, with Messi grabbing the last one to put the icing right on the cake. And this is Bullets. Now this could be a chance. He's having a shot. എന്റെ That's അളിയാ. just playing it safe and simple. This looks promising. അത് ഗോള്. എത്ര കിടന്ന് അടിക്കുന്ന ഗോളാവേണ്ടത്. ഗൈസ് വീണ്ടും ഗുള്ളിച്ച് സ്കോർ ചെയ്തിട്ട് അത്രേ ഉള്ളൂ. Pressure. Now it's Bullets. Bullets. Oh, this is a very good. And Bullets. Loose ball now. Corriade. Jokeres looking sharper, more menacing with every chance that comes his way. Big chance. ഗുള്ളിച്ച് ഈസ് there. Valverde. This is a promising build-up. Thinks about and the shots. It's a എടാ decent അതെങ്ങനെയാണോ launch. പുറത്തു പോയത്? What an assured character. Yeah, I'd have picked him too. No doubt the fans feel much the same way. Nedved! With more sharpness in their passing.
Valverde. And here's Hullet. And Hullet! അള്ളി അത് ഷുവർ ഗോൾ വേണം ഗുള്ളിച്ചേ, അതൊക്കെ ഷുവർ ഗോളാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഈ ലേറ്റസ്റ്റ് കാർഡായിട്ട് ഇതൊന്നും ഗോളായില്ലെങ്കിൽ അത് കണക്കൂട്ടാൻ പറ്റില്ല. The way that's great positioning, so good from him. Gyökeres. And this is Hullet. Very nicely done. He's having a hit. That's a good fake shot and turn, and that's a good try. But we need a goal, brother, right now. Smile there. ഇവിടെ നിന്നൊക്കെ ഒരു ഗോൾ വരണേ. They're up to 5 corners now. Doesn't matter, corner you will give me a goal. And Yeah, that definitely. could leave a mark. But aerial challenge from Gullich is unbelievable, brother. For their attitude, for their application, and now they'll want another. Well, that was wonderful in every regard. But Nedved! Barcelona appear to be happy to let their front players stay up front all the time. Well, it's signalling to the opposition that they're setting themselves up for the counter-attack. He'll try from distance! Ruud Gullit, beyond special! What a player! Sumptuous! Perfection as a pacey and tough tackling defender who always gave his all. And was a bit of a character. He was. Nedved gets a bullish header! എന്റെ മോനെ ലിങ്കപ്പ് നോക്കാൻ പറയുള്ളു. Once more, it's him. Puli, And we can't Puli. be surprised because his instinct for നെറ്റ്വേഡും tackling ഗുള്ളിച്ചും തമ്മിൽ is ലിങ്കപ്പ് നോക്ക്. incredible. Really don't have a choice now. They just have to throw everything forward and give themselves a chance to draw level. ഓ ഓളി അത് പെട്ട ഷോട്ടാർന്നറാ. And we have liftoff! How's that for a class finish? Shapes to shoot! അത്രേ ഉള്ളൂ. ഗുഡ് 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 ഗുഡ്. Stuck it away! They're level in age! Tchouameni. Valverde. Gyökeres. Alexander-Arnold picks it up out wide. Tries to pass it through. Alexander-Arnold. Oh, good! ഓ ഗുള്ളിച്ച് കം ഓൺ. Oh, he's been caught on it here. Well, now it's an... And again! ഗുഡ് ഗുഡ് ഗുഡ്. ഗുള്ളിച്ചിന്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അവിടെ. ഭാഗ്യം. Actually didn't do an awful lot wrong, to be honest. Now it's Nedved. He's got away. He's had a shot! That's a good shot from Nedved. So we are where we began. The scoreline remains 0-0 at the break. So we're straight back. And Hullet! Oh, he's been caught napping. Incoming to... Has another go! Oh, it's hit the post! എടാ പരിവേട്ട. And he's there to throw in. ഗുള്ളിച്ച് ഗുള്ളിച്ച്. Oh, from Hullet! എടക്കൊരു പെട്ടിയോള് വരുന്ന ഗുള്ളിച്ചിന്റെ. എന്റെ പൊന്നെ. Wrong thing to do. Made him look a bit silly, Peter. Ruud Gullit! So we have the first goal. It's so often the... Oh, he's been... And the shot! ആ അത്രേ ഉള്ളൂ. And yes, it's... സ്വീ ഗുള്ളിച്ച് 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 ഗുള്ളി. നെറ്റ്വേനോട് ഞാൻ ഗോൾ It's നെറ്റ്വേനോട് close അടിക്കട്ടെ. centre, but it is a fair way out on the very cusp Oh, a of beautiful tenable goal out of. shooting range. And it's hit the woodwork and out. പറി. with their backs to go. And Hullet! And Brusque. Van Basten really needed to concentrate on protecting the ball. Then again, Hullet! എന്താ ഗുള്ളിച്ച് സ്റ്റാൻഡ് ഡെലിവർ. ഡബിൾ ടച്ചർ പോലെ തട്ടി പൊന്തേന്. പക്ഷെ കുഴപ്പമില്ല, അടിച്ചു വെച്ചിട്ടുണ്ട്. And it's Musiala. Now it's Hullet. And Hullet! ഗുള്ളിച്ച് ഗുള്ളിച്ച് ഗുള്ളിച്ച്. The rest. yeah, it all came from some really smart movement, Peter. Did the defence let themselves down by... Takes the shot. എന്റെ അളിയ ഗുള്ളിച്ച് എന്താ അത് ലോങ് റേഞ്ച് അടിച്ച് പൊട്ടിക്കണ്ടല്ലോ. Choice finish and absolute. is a key component, particularly in teams that play on the counter. And Hullet! ഗുള്ളി ഡബിൾ ടച്ച് ആൻഡ് ബൂം, ഡബിൾ ടച്ച് ആൻഡ് ബൂം, ഡബിൾ ടച്ച് ആൻഡ് ബൂം, ബ്ലൂം 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 ബ്ലൂം. Are such an adept counter-attacking team. They produced something out of nothing there. A few seconds was all it took for them to convert a defensive situation into a... Hullet! ഗുള്ളിച്ച് And a neat finish. ഗുള്ളിച്ച്.
to the keeper. ശ്രീരാജ് ബ്രോ എന്താണ് ലക്ക് ഇങ്ങനെ? Musiala ഞമ്മക്കുണ്ട്. conjures time and space where few can. Bullets! എടാ എന്താ റിപ്പീറ്റ് കാണണം നമ്മള്? Just incredible! ഷാട്ടി പറഞ്ഞ പ്ലും 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 You're പ്ലും. just ഏയ് straight. Oh, what has happened here? And this is Nedved, and he's running through. Shoots! നെറ്റ്വേഡ് ഓരോന്ന് അടിക്കണ്ട്. Finish. And surely that. I doubt very much that this was in the script. Engages and forces him off the ball. It's played through for him. Plenty to aim at here. Bullets! And no mistake. Straight from the top draw. And they've got their lead back. That is glorious, as if he picked it up. Bullets! വിളിച്ച് തിരിച്ചു കൊടുക്കണ്ടതുപോലെ. It's fabulous! He's got him. സോ ഗൈസ് നമ്മളപ്പോൾ നമ്മളുടെ നെറ്റ്വേഡിൻ്റെയും ഗുള്ളിച്ചിൻ്റെ റിവ്യൂ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വേഡിനെ വെച്ചിട്ട് അധികം കളിപ്പിക്കാൻ പറ്റില്ല, മെയിൻലി ഗുള്ളിച്ചിനാണ് ഫോക്കസ് ചെയ്ത്. ഗുള്ളിച്ച് സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ കുറേ ഗോളും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റി. ഏകദേശം നമുക്ക് ഗോൾസൊക്കെ നോക്കുകയാണെങ്കിൽ 16 കളിയിൽ 22 ഗോൾസാണ് നമ്മൾ ഗുള്ളിച്ച് സ്കോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അത്രയ്ക്ക് നല്ല സ്കോറിങ് വന്നിട്ടുണ്ട് ഗുള്ളിച്ചിൻ്റെ അടുത്ത് നിന്ന്. നെറ്റ്വേഡിനെ അധികം കളിപ്പിക്കാൻ പറ്റിയില്ല. നെറ്റ്വേഡിൻ്റെ നമുക്ക് വേണമെങ്കിൽ നോട്ടെ സെപ്പറേറ്റ് റിവ്യൂ ഇറക്കാൻ പറ്റുന്ന ഇറക്കാം. എന്തായാലും ഇതിപ്പോൾ കമ്പയർഡ് ആയിട്ട് കിടക്കട്ടെ തൽക്കാലത്തേക്ക്. അപ്പോൾ എന്തായാലും നല്ല കളിയാണ് കളിച്ചത്. എന്തായാലും നിങ്ങളുടെ എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ബൈ.